നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പൊക്കോളിൻ. ആകാശത്തിൻ്റെതായ ഭൂമിയുടേതായ സീമകൾ കടന്നുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കോളിൻ. പക്ഷേ അള്ളാഹു സഹായിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പറ്റൂല അല്ലേ? സുനിത വില്യംസ് എന്ന ശാസ്ത്രജ്ഞ, കാരണം അവരൊക്കെ അവരുടെ ജീവിതം തന്നെ വെച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ ജിന്നുകളെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആകാശഭൂമികളുടെ അതിർവരമ്പുകൾ കടന്ന് നിങ്ങൾ പൊയ്ക്കോളിൻ, പൊയ്ക്കോളിൻ. ബഹിരാകാശത്ത് പോവിൻ, ചന്ദ്രനിലേക്ക് പോവിൻ, ചൊവ്വയിലേക്ക് പോകിൻ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അധികാരവും സഹായവും കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് പറ്റൂല. പറയാ പോണം, പഠിക്കണം. പക്ഷേ നമ്മളൊന്ന് തിരിച്ചറിയണം, ഇവിടെ ആകാശത്തിന്റെ സീമകൾ കടന്നു പോകാൻ വിമാനങ്ങൾ കണ്ടുപിടിച്ചതാരാ? റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. നമ്മളൊക്കെ പഠിക്കുന്നതും പരീക്ഷയ്ക്ക് എഴുതുന്നതും ഒക്കെ അങ്ങനെ തന്നെയാ. ഒരുപാട് ഗവേഷണങ്ങൾ അവര് നടത്തി. ചിറക് വെച്ച് പിടിച്ചിട്ട് പറക്കാൻ നോക്കി ആദ്യമായി. പിന്നെ അതിൽ നിന്നും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് അവരെത്തി. എന്നാൽ ഈ റൈറ്റ് സഹോദരന്മാർക്ക് പറക്കുവാനുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാ? ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ, ഇപ്പൊ അവിടെ ഉണ്ടോന്ന് അറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഇതുപോലെ ചിറക് വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപമുണ്ട്. വലിയ ഉസ്താദ് കണ്ടായിരുന്നു? ഇറാഖിൽ പോയപ്പോ കണ്ടിരുന്നോ? വലിയ ഉസ്താദ് ഇറാഖിലൊക്കെ പോയിട്ടുള്ള ആളാ. അവിടെ ചിറക് വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ രൂപമുണ്ട്. ആരാ? റൈറ്റ് സഹോദരന്മാരാണോ? അല്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ലോകത്താദ്യമായി പറക്കണമെന്ന് ചിന്തിച്ചതാരാ? പറക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതാരാ? ഒരു മുസൽമാൻ, അബ്ബാസ് ബിൻ ഫിർനാസ്. അബ്ബാസ് ബിൻ ഫിർനാസ് പറക്കണം, മനുഷ്യന് പറക്കണം, ആകാശത്തിന്റെ സീമകൾ കടന്നു പോകണം. അതിനുവേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഫാദർ ഓഫ് ഏവിയേഷൻ, വ്യോമശാസ്ത്രത്തിന്റെ പിതാവ് എന്ന അദ്ദേഹത്തെ അറിയപ്പെടുന്ന അബ്ബാസ് ബിൻ ഫിർനാസ്. സഹോദരങ്ങളെ, വിനീതൻ ഇത് പറഞ്ഞത് വ്യോമശാസ്ത്രത്തിന്റെ പിതാവായ അബ്ബാസ് ബിൻ ഫിർനാസ് ആയാലും, ഗോളശാസ്ത്രത്തിൽ കണ്ടുപിടുത്തം നടത്തിയ മൂസ ബിൻ ഖവാരിസ്മി ആയാലും, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ അബ്ദുല്ലാഹ് ബിൻ സീനയായാലും, ഇവർക്കെല്ലാം പ്രചോദനം നൽകപ്പെട്ടത് എവിടെ നിന്നാ? ഇവരുടെ പഠനങ്ങൾക്ക് വേണ്ടി കേട്ട്, ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി കേട്ട് പ്രചോദനങ്ങൾ നൽകപ്പെട്ടത് എവിടെ നിന്നാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അവിടേക്കാണ് നമ്മൾ തിരികെ എത്തേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യനും ചിന്തിട്ടില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യനും പറക്കേണ്ടതുണ്ട്. പറവകളെ പറക്കുന്നതെങ്ങനാ? അതേ, ചിറവുകൾ വിടർത്തിയിട്ട് പറവകളെ പറക്കുന്നത് പോലെ മനുഷ്യനും പറക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ചിറകുകൾ വെച്ച് പിടിച്ചിപ്പിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ച അബ്ബാസ് ബിൻ ഫിർനാസ് എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയതെന്നറിയുമോ? അവലം യറൗ ഇലത്തൈരി ഫൗഖഹും സ്വാഫാത്തിൻ വയഖബിദന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുന്നില്ലേ? അവലം ഇലത്തൈരി ഫൗഖഹും സ്വാഫാത്തിൻ വയഖബിദന, നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ചിറക് വിരിച്ച് പറക്കുന്നതായ പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? കാരുണ്യവാനായ പടച്ചവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണു പോകാതെ ആ ചിറകുകളിൽ അവരെ താങ്ങി നിർത്തിയിരിക്കുന്നതെങ്ങനാ? ഏ മനുഷ്യ, നീ ചിന്തിച്ചു നോക്കടേ. ഏ മനുഷ്യ, നീ പഠനം നടത്തി നോക്കടേ. അതേ, പറക്കുവാൻ വേണ്ടി മനുഷ്യന് പ്രചോദനം നൽകിയ വിശുദ്ധ ഖുർആൻ ഏവിയേഷൻ അടിസ്ഥാന ശിലയിട്ടുകൊണ്ട് ലോകത്തോടാദ്യമായി പറവകളെ നിരീക്ഷിക്കാൻ പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ
ഖുർആൻ തീർന്നിട്ടില്ലല്ല സഹോദരങ്ങളെ. ഓരോ ശാസ്ത്ര മേഖലകൾ നമ്മൾ എടുത്താലും അള്ളാഹുവിന്റെ ഖുർആനല്ലേ അവിടെ അടിസ്ഥാനമിട്ടിട്ടുള്ളത്. അള്ളാഹു ചോദിക്കുന്നു, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്തുകൊണ്ട് അവരൊട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ല? അവിടെ ആ ഒട്ടകങ്ങൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? എങ്ങനെന്ത്? മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിന്റെ ശരീരഘടന എങ്ങനെയാ? ആ ഒട്ടകത്തിൻ്റെതായ ജീവിതം എങ്ങനെയാ? ആ ഒട്ടകത്തിൻ്റെതായ ശാസ്ത്രം എങ്ങനെയാ? ആ ഒട്ടകത്തിലേക്ക് നോക്കിക്കൊണ്ടവര് പഠനം നടത്താത്തതെന്തേ? അതേ ജന്തുശാസ്ത്രം പഠിക്കാൻ പ്രചോദനം നൽകുന്ന ഖുർആൻ, വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റാ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. നിശ്ചയമായും നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ആ നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾ ഗവേഷണം നടത്തടേ, ജന്തുശാസ്ത്രം നിങ്ങൾ പഠിക്കടേ, സുവോളജി നിങ്ങൾ പഠിക്കടേ. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റാ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. എങ്ങനെയാണ് ആ നാൽക്കാലി മൃഗങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പാനീയമായ പാല് വരുന്നതെങ്ങനെയാ? ചീഞ്ഞു നാറുന്ന ചാണകത്തിന്റെയും മലിനമായ രക്തത്തിന്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സുന്ദരമായ വെള്ള നിറമുള്ളതായ പാനീയമായ പാല് കിട്ടുന്നതെങ്ങനാ? മനുഷ്യരെ നിങ്ങൾ പഠിക്കടേ, ജന്തുക്കളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന അത്ഭുതകരമായ പ്രക്രിയയെ പറ്റി പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു ജന്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാനശിലമാകിയ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇലസ് സമാഇ കൈഫ റുഫിഅത്, എന്തുകൊണ്ട് അവർ നോക്കുന്നില്ല? ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നതെങ്ങനെയാ? ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നതെങ്ങനെയാ? ആകാശത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് അവർ നോക്കാത്തതെന്ത്? അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിമാഖാ വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജാ. തട്ടുതട്ടുകളായി ആകാശത്തെ വിധാനിച്ച അല്ലാഹ് അതിൽ സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും കൊണ്ടുവന്ന് അലങ്കരിച്ചിരിക്കുന്ന അല്ലാഹ്. എന്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ അത്ഭുതകരമായ പ്രക്രിയയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല? അല്ലാഹു തആല നമ്മളോട് ചോദിക്കുക, ആകാശത്തെ പറ്റി പഠിക്കുക, അസ്ട്രോണമി നിങ്ങൾ പഠിക്കുക, വാനശാസ്ത്രം പഠിക്കുക. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ തീർന്നിട്ടില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇലൽ ജിബാലി കൈഫ നുസിബത്, അതേ പർവ്വതങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ? ഭൂമി ഇളകാതിരിക്കാൻ, ഭൂമി നശിച്ചു പോകാതിരിക്കാൻ ആണിയടിപ്പിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹ്. പ്രകൃതിയെ പറ്റി പഠിക്കണേ, കാലാവസ്ഥകളെ പറ്റി പഠിക്കണേ, സന്തുലിതാവസ്ഥയെ പറ്റി പഠിക്കണേ. സഹോദരങ്ങളെ, വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ വേദന മാറിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഇതേ സമയം വിനീതൻ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ. ശനിയാഴ്ചയുടെ പകല് വിനീതൻ മേപ്പാടിയുടെ മുണ്ടക്കയത്തിന്റെ ചൂരൽമലയുടെ പ്രദേശങ്ങൾ കണ്ടുപോയതാ. റബ്ബേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകൃതി രമണീയ കൊണ്ട് അനുഗ്രഹിച്ച ഇടമാ. പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച സ്ഥലമാ. എന്നാൽ ആ പർവ്വതങ്ങൾ മനുഷ്യർ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ, ആ കുന്നുകൾ മനുഷ്യൻ ഇടിക്കാൻ തുടങ്ങിയപ്പോ, അല്ലാഹു ആണികളായി ഭൂമിയിൽ ഉറപ്പിച്ച പർവ്വതങ്ങളെ തകർക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെതായ പരീക്ഷണം ഉരുൾപൊട്ടലും ജലപ്രളയവുമായി വരികയാ. അല്ലാഹു പറയുന്നു, മനുഷ്യരെ നിങ്ങൾ പഠിക്കുക, അല്ലാഹു പർവ്വതങ്ങളെ ഭൂമികൾ കാണികളാക്കി വച്ചിരിക്കുന്നത് എങ്ങനെയാ? എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല?
പഠിക്കുന്നില്ല. വഇലൽ അർളി കൈഫ സുതിഹത്, ഈ ഭൂമിയെ പടച്ചവൻ വിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ, ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെയാ. ജിയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുക, ഭൗമശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലല്ലേ, ഒരു സ്റ്റെതസ്കോപ്പ് ഇല്ലാത്ത, ടെലസ്കോപ്പ് ഇല്ലാത്ത, മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തില്, ആധുനിക കണ്ടുപിടുത്തങ്ങളില്ലാത്ത കാലഘട്ടത്തില്, ഗവേഷണങ്ങൾ നടത്തപ്പെടാത്ത കാലഘട്ടത്തില്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ മരുമണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ തന്റെ അനുചരന്മാരെ വിളിച്ചിരുത്തി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയാ. നിങ്ങൾ ഭൗമശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ വാനശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ അതുപോലെ ശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു പോകണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില്ലേ പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാ, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് പരിപൂർണ മനുഷ്യനെന്ന സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവന്നതെങ്ങനെയാ? പഠിക്കണം മനുഷ്യരെ, നിങ്ങൾ ഭ്രൂണശാസ്ത്രം നിങ്ങൾ പഠിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹ് ആ ഇന്ദ്രിയത്തുള്ളിയെ അല്ലാഹു തആല രക്തപിണ്ഡമാക്കുകയാ. അത് പിന്നെ മാംസകഷണമായി മാറുകയാ, അതിലേക്ക് എല്ലുകൾ വന്നു മൂടുകയാ, അതിലേക്ക് മാംസം കൊണ്ട് പൊതിയുകയാ. അങ്ങനെ പരിപൂർണ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ആ എംബ്രയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ഭ്രൂണശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുകയാ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ തുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെ പറ്റിയും നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? വാനത്ത് ലോകത്തു നിന്ന് മേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നതാരാ? ഓരോ തുള്ളി വെള്ളത്തെ പറ്റിയും ഗവേഷണം നടത്തണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ. നിങ്ങൾ കത്തിക്കുന്ന തീയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ തീ കത്തുന്നത് എങ്ങനെയാണ്? തീ കത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? വാതകങ്ങളെ പറ്റി പഠിക്കണം, തീയിനെ പറ്റി പഠിക്കണം. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു الزارعون ലൗ നശാഉ ലജഅൽനാഹു ഹുത്വാമൻ ഫലൗലാ തഷ്കുറൂൻ. അതേ ഭൂമിയിൽ നിന്നും വിത്തുകളിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്നതായ ചെടികൊടികളെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾ സസ്യശാസ്ത്രത്തെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ? അതെങ്ങനെയാ വളർന്നു വരുന്നതെന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഏത് നമ്മളെടുത്ത് സർവ ലോകത്തെ പറഞ്ഞ് നിങ്ങൾ സുവോളജി പഠിക്കണം, നിങ്ങൾ ജിയോളജി പഠിക്കണം, നിങ്ങൾ അസ്ട്രോണമി പഠിക്കണം, നിങ്ങൾ എല്ലാ മേഖലകളും പഠിക്കണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ? ഇവിടെ അതിന്റെ ഇടയിൽ ഗവേഷണങ്ങളുണ്ടോ? ഇവിടെ കണ്ടുപിടുത്തങ്ങളുണ്ടോ? ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇവരൊന്നും ഇല്ലാത്തപ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞാൽ പഠിക്കണം. ഓരോന്നും വേർതിരിച്ച് പറഞ്ഞ് പറയാൻ നിന്നാ തീരൂല. ഇനി ഒരുപാടുണ്ടാവും. അള്ളാഹുവിന്റെ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുണ്ട്. ഹാഫിളിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് 15 വരിയുള്ള ഒരായത്ത്. എന്താണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്? ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ?
ഖുർആനിലല്ലേ ഏറ്റവും വലിയ ആയത്താകുമ്പോൾ അള്ളാഹുവിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തെയോ നരകത്തെയോ പറ്റിയിട്ടായിരിക്കും ഇല്ലേ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമ്മെ അക്കൗണ്ടൻസി പഠിപ്പിക്കുക, എക്കണോമിക്സ് പഠിപ്പിക്കുക, ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുക. മനുഷ്യർക്കിടയിൽ സാമ്പത്തിക ഇടപാട് നടക്കുമല്ലോ, മണി ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ എങ്ങനെ അത് എഴുതി വെക്കണം. ഖുർആനാണ് ഇത്. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതാ. ലോകത്ത് ശാസ്ത്രമേഖലകളെ സത്യസന്ധമായി പരിചയപ്പെടുത്തിയത് ഖുർആനാ. നിങ്ങൾക്കറിയോ, ഒരു കാലത്ത് ഇവിടെ ശാസ്ത്രം പല വേദഗ്രന്ഥങ്ങളും ഇവിടെ പറഞ്ഞു, സൂര്യൻ ചലിക്കൂല, സൂര്യൻ അവിടെ തന്നെ നിൽക്കുക എന്നാ പറയുന്നത്. പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടു പോലും ചെയ്തിട്ടുണ്ട് അങ്ങനെ. എന്നാൽ അതിനൊക്കെയും മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞല്ലേ, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് ശാസ്ത്രം. ഇവിടെ ഭൂമി, ഈ ആകാശവും ഭൂമി എങ്ങനെയുണ്ടായി? ദ ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ശാസ്ത്രം എന്നാ കണ്ടുപിടിച്ചേ? പക്ഷേ അള്ളാന്റെ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, അവലം യറല്ലദീന കഫറു വന്ന സമാവാതി വൽ അർള കാനത റത്ഖ ഫഫതഖനാഹുമാ. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നാമാണ്. അള്ളാഹു പറയാ ദ ബിഗ് ക്രഞ്ച് തിയറി, ഭൂമി നശിക്കുന്ന ഒരവസ്ഥ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഈ ഭൂമിയൊക്കെ നശിക്കും. ഖുർആൻ പറയുന്നില്ലേ എത്രയോ ഭാഗങ്ങളിൽ. ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ബലൂൺ ഊതിപ്പെരിപ്പിക്കുമ്പോൾ ആ ബലൂണിലുള്ള പുള്ളികൾ ഇങ്ങനെ അകന്നകന്നകന്ന് മാറുന്നത് പോലെ ഭൂമി വികസിക്കുകയാണ്. നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ആധുനിക ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയുക. എന്നാ നമുക്കറിയോ, ഇവരൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസിഊൻ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നാമാണ്, നമ്മുടെ കൈകൾ കൊണ്ട്, അധികാരം കൊണ്ടാണ്. വഇന്നാ ലമുസിഊൻ, അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നാമാണ്. ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു അവസാനം ഇതൊരു ശാസ്ത്ര ക്ലാസ്സായി പോയി. അള്ളാഹുവിൻ്റെ ഖുർആനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയേ? ഈ ഖുർആനാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സത്യം. ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രമൊക്കെ ഇനി അതും കൂടെ ഒക്കെ പറയാൻ നിന്ന സമയം നമുക്കൊരുപാടായി പോവും. ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രങ്ങളുണ്ട്. എനിക്കറിയൂ, സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കൊമറ്റ് ഓഫ് ഹാലി, ഹാലിയുടെ വാൽ നക്ഷത്രം എന്നാണ് അതിന് പറയുന്നത്. എഡ്മണ്ട് ഹാലി എന്ന് ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടുപിടിച്ചത്. ദ കൊമറ്റ് ഓഫ് ഹാലി. ഈ വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വാൽ നക്ഷത്രം, നമ്മൾ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ തീയാണ്, പുകയാണ്, ഭയങ്കര സംഭവമാണ്, തൊട്ടാൽ കരിഞ്ഞു പോവും. ശാസ്ത്രം അതിന് കൊടുക്കുന്നൊരു ഡെഫിനിഷനുണ്ട്. ആൻ ഐസി സ്മാൾ സോളാർ സിസ്റ്റം ബോഡി, സൗരയുധത്തിലുള്ള തണുത്തുറഞ്ഞ ഒരു ബോഡി, ഒരു ഘടകമാണ് കൊമറ്റ്, വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ. ഉൽക്ക വാൽ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയുന്നു. ആകാശത്ത് തണുത്തുറഞ്ഞ വലിയ കഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുക. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, വ അൻസൽനാ മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ്. ആകാശത്ത് നിന്ന് വലിയ മഞ്ഞുമലകളിൽ നിന്നും മഞ്ഞ് നാം താഴോട്ടിറക്കുമെന്ന്. ഈ ശാസ്ത്രം എന്താ ഇതൊക്കെ പറഞ്ഞേ? അതുപോട്ടെ, ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയും. ഹാലി കണ്ടുപിടിച്ചൊരു ഒരു നക്ഷത്രമുണ്ട്. അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഹാലി കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു വാൽ നക്ഷത്രം അതാണ്. ശ്രദ്ധിച്ചോണേ, മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്നനേത്രം കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാവുന്ന വാൽ നക്ഷത്രം. കാരണം മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും അതിന് നിറവ്യത്യാസം ഉണ്ടാവും, അതിന് വലിപ്പത്തിന്, ആകൃതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 1986 അവസാനമായി അതിനെ കണ്ടത്. ഒരു പുരുഷായുസിൽ ഒരു പക്ഷേ 2 തവണ കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രവും അതേ ഉള്ളൂ. കാരണം സാധാരണ ഈ നക്ഷത്രമൊക്കെ കണ്ടാൽ പിന്നെ ഇത് ചുറ്റി സഞ്ചരിച്ച് വരണമെങ്കിൽ 10,100,000 കൊല്ലമാവും, കാണാൻ പറ്റൂല. പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത,
നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റും, അതിൻ്റെ ആകൃതി, മറ്റ് നക്ഷത്രങ്ങൾക്കിടയിലുള്ള വലിപ്പം, ഇതൊക്കെ വെച്ചിട്ട്. രണ്ടാമത്തെ പ്രത്യേകത, ഈ നക്ഷത്രത്തെ നാം എവിടെയാണോ കണ്ടത് അവിടെ തന്നെ ഇത് അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കിടയിൽ നമുക്കതിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ എവിടെ കണ്ടോ അവിടെ തന്നെ ഇത് അപ്രത്യക്ഷമായി പോകും. മൂന്നാമത്തേത്, ഈ നക്ഷത്രം ഒരിക്കൽ പ്രത്യക്ഷമായാൽ പിന്നെ 76 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത് വരുന്നത്. 986 വന്നു, ഇനി ഏകദേശം 2060 മറ്റോ ഒക്കെയാണ് ഈ നക്ഷത്രത്തെ ഇനി കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ 3 പ്രത്യേകതകൾ ഇത് ശ്രദ്ധിച്ചോണം. എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് നിറം കൊണ്ട്, വലിപ്പം കൊണ്ട്, ആകൃതി കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന നക്ഷത്രം, അത് വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും ആകാശത്തിൽ. രണ്ടാമത്തേത്, നമ്മൾ കാണുന്നിടത്ത് തന്നെ അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നക്ഷത്രം. മൂന്നാമത്തേത്, 76 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷമാകുന്നത്. ഈ 3 കാര്യങ്ങളും എത്രയോ വലിയ കണ്ടുപിടുത്തമാണ് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, അതിനേക്കാളുമൊക്കെ എത്രയോ കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇത് പറഞ്ഞു തരിക. അത്ഭുതം തോന്നുന്നുണ്ടോ? ഈ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നക്ഷത്രം എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന നിറവും വലിപ്പവും ആകൃതിയുമുള്ള നക്ഷത്രം, എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമായി പോകുന്ന നക്ഷത്രം, 76 വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന നക്ഷത്രം. വിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി തെറ്റാതെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ പറയുകയാ, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർള്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ഭൂമികളിലുള്ള ചില രഹസ്യങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബിയുടെ വിശ്വാസം ദൃഢമാകുന്നതിന് വേണ്ടിയിട്ട് ആകാശ ഭൂമികളെ ചില അത്ഭുതങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബി പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ റബ്ബിനെ കണ്ടെത്തുന്ന ഒരു രംഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അത് മുഴുവനും വിശദീകരിക്കൽ നമ്മുടെ ലക്ഷ്യമല്ല. എന്നാൽ കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈല റആ കൗകബാ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാതിരാത്രിയുടെ നിശബ്ദതയിൽ വന്ന്, രാത്രിയുടെ നിശബ്ദതയിൽ വന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുകയാ, തന്റെ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാ. ആ സമയത്താ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, അങ്ങനെ രാത്രി വന്ന് മൂടുന്ന സമയത്ത് റആ കൗകബാ, ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നക്ഷത്രത്തെ കാണുകയാ. ഖുർആൻ പറഞ്ഞത് റആ കൗകബാ, ഒരു നക്ഷത്രത്തെ കണ്ടു എന്ന്. രാത്രിയിൽ ആകാശത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എത്രയോ 10,000 ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാ. ആ ഒരു നക്ഷത്രത്തെ മാത്രം ഇബ്രാഹിം നബി ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാ? എഡ്മണ്ട് ഹാലി എന്ന ശാസ്ത്രജ്ഞന് ഒരു നക്ഷത്രത്തെ മാത്രം ശ്രദ്ധിച്ചത് അതിന്റെ വലിപ്പ വ്യത്യാസം കൊണ്ട്, അതിന്റെ നിറവ്യത്യാസം കൊണ്ട്, അതിന്റെ ആകൃതിയുടെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതേ നക്ഷത്രത്തെ കാണുകയാ. റആ കൗകബാ, ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ. കണ്ടു എന്ന് മാത്രമല്ല, തന്റെ ജനങ്ങളെയെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കുകയാ. ഒരു പ്രത്യേകതയും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? എല്ലാ ജനങ്ങളും അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന നക്ഷത്രങ്ങൾക്കിടയിൽ വലിപ്പ വ്യത്യാസമുള്ള, നക്ഷത്രങ്ങൾക്കിടയിൽ നിറവ്യത്യാസമുള്ള, നക്ഷത്രങ്ങൾക്കിടയിൽ ആകൃതി വ്യത്യാസമുള്ള ഒരു നക്ഷത്രമാ റആ കൗകബാ. ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ. ഇബ്രാഹിം ജനങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായി ആ നക്ഷത്രത്തെ നിരീക്ഷിച്ച് പഠനം നടത്തുമ്പോൾ ഖുർആൻ തൊട്ടെടുത്ത് പറയുന്നു, ഫലമ്മാ അഫലാ,
അതേ എഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച വാൽ നക്ഷത്രത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? എവിടെയാണോ കണ്ടത് അവിടെ തന്നെ അത് ഡിസപ്പിയർ ആവുക എന്നുള്ളതാ. എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമാവുക എന്നുള്ളതാ. ഖുർആൻ പറയുന്നു ഫലമ്മാ അഫലാ, ഇബ്രാഹിം നബിയും തന്റെ ജനങ്ങളും ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നക്ഷത്രം അപ്രത്യക്ഷമാവുകയാ, ആ നക്ഷത്രം അസ്തമിച്ചു പോവുകയാ. എത്ര കൃത്യമായിട്ടാ ഖുർആൻ പറയുന്നത്. എഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച നക്ഷത്രമാണെന്ന് വെറുതെ പറയുന്നതല്ലല്ലോ. എല്ലാ നക്ഷത്രങ്ങൾക്കും ഇടയിൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. എല്ലാ നക്ഷത്രങ്ങളുടെ ഇടയിലും അസ്തമിച്ചു പോകുന്ന നക്ഷത്രമാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താ? 76 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് പോയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈലിലുണ്ടല്ലോ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ സൂറത്തുൽ അൻആം നിങ്ങളൊന്ന് എടുക്കുവോ? എന്നിട്ട് ആ സൂറത്തുൽ അൻആമിൽ 76ാമത്തെ ആയത്തൊന്ന് എടുക്കുമോ? ആ 76ാമത്തെ ആയത്തിലാ ഇബ്രാഹിം നബി കണ്ട നക്ഷത്രത്തെ പറ്റി അല്ലാഹു പറയുന്നത്. 76 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ 76ാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ലാഹ് 75ാമത്തതിലും പോയില്ല, 77ാമത്തതിലും പോയില്ല. കൃത്യമായി 76 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ ആ 76ാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. തന്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേലിൽ യാതൊരുവിധ ന്യൂനതകളുമില്ലാത്ത ഖുർആൻ ഇറക്കിയ റബ്ബേ, അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതികളും റബ്ബേ. എത്ര സ്പഷ്ടമായിട്ടാ ഖുർആൻ പറഞ്ഞേ.